വെൽക്കം ബാക്ക് ടു അവർ സെക്കൻഡ് പാർട്ട് ഓഫ് ഇൻട്രൊഡക്ഷൻ ടു ഫാമിലി ലോ. അപ്പോൾ നമ്മൾ ഇതിൽ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഫാമിലി ലോൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ ആണ്. ഇനി നമ്മൾ ഈ സെഷനിൽ, അതായത് നമ്മുടെ പാർട്ട് 2 ഓഫ് ഫാമിലി ലോയിൽ നമ്മൾ കാണുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. എന്താ നമ്മൾ നോക്കുന്നത്? ഹിന്ദു ലോ ആണ് നോക്കുന്നത്. മാരേജ് അണ്ടർ ഹിന്ദു ലോ ആണ് നമ്മുടെ ഈ പാർട്ടിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോവാം. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് മാരേജ് അണ്ടർ ഹിന്ദു ലോ ആണ്. മാരേജ് അണ്ടർ ഹിന്ദു ലോൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഓവർവ്യൂ ആണ്. ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. മാരേജ് അണ്ടർ ഹിന്ദു ലോ ആൻഡ് ഓവർവ്യൂ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഹിന്ദു മാരേജ് ഈസ് നോട്ട് ജസ്റ്റ് എ കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്റ്റ് അല്ല, വെറും ഒരു കോൺട്രാക്റ്റ് മാത്രമല്ല ഹിന്ദു മാരേജ് എന്നാണ് ഹിന്ദു ലോ പ്രകാരം പറയുന്നത്. എന്താണത്? ഇറ്റ്സ് എ സംസ്കാരം. അതൊരു സംസ്കാരമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു സീക്രഡ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ യൂണിയൻ ഓഫ്, അതായത് ഒരു സീക്രഡ് അതുപോലെ സ്പിരിച്വൽ യൂണിയൻ ഓഫ് ടു ഇൻഡിവിജ്വൽസ്, രണ്ട് ഇൻഡിവിജ്വൽസ്, അതായത് രണ്ട് ഫീമെയിലോ മെയിലോ തമ്മിൽ, അതായത് ഒരു ഫീമെയിലോ ഒരു മെയിലും തമ്മിലുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള യൂണിയൻ, അല്ലെങ്കിൽ ഒരു സീക്രഡ് ആൻഡ് സ്പിരിച്വൽ ആയിട്ടുള്ള യൂണിയനെയാണ്. അങ്ങനെ അത്തരത്തിലൊരു സംസ്കാരനെയാണ് ഹിന്ദു മാരേജ് പ്രകാരം മാരേജ് ആയിട്ട് ഹിന്ദു ലോ പ്രകാരം ഹിന്ദു മാരേജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഇറ്റ് വാസ് മെൻ ഫോർ, അത് എന്തിനാണിത് മെൻ ചെയ്യുന്നത്? ധർമ്മ, പ്രോജനി ആൻഡ് പ്ലഷർ. ധർമ്മയ്ക്കും പ്രോജനിക്കും അതുപോലെ തന്നെ പ്ലഷറിനും വേണ്ടിയിട്ടാണ് അത് മെൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് നമ്മൾ നോക്കുന്നത് സോഴ്സസ് ഓഫ് ഹിന്ദു മാരേജ് ലോ. നമ്മൾ കണ്ടു എന്തൊക്കെയാണ് ഹിന്ദു മാരേജിൻ്റെ ഹിന്ദു ലോയിലെ സോഴ്സസ് എന്ന് കണ്ടു. അതൊക്കെ തന്നെയാണ് ഹിന്ദു മാരേജിൻ്റെ സോഴ്സസ് ആയിട്ടും വരുന്നത്. എന്തൊക്കെയാണ്? ആൻഷ്യൻ ടെക്സ്റ്റസ് ലൈക്ക് മനുസ്മൃതി, വേദാസ്. ആൻഷ്യൻ ടെക്സ്റ്റസ് ആയ മനുസ്മൃതിയും വേദാസും ഇതിൽ സോഴ്സായിട്ട് കണക്കാക്കപ്പെടും. അതുപോലെ തന്നെ മോഡേൺ കോഡിഫിക്കേഷനിൽ വരുന്ന ഹിന്ദു മാരേജ് ആക്ട് 1955 ഹിന്ദു മാരേജ് ലോൻ്റെ സോഴ്സായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇത് പ്രകാരം, അതായത് ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം, ഹിന്ദു ലോ പ്രകാരം ഹൂ ആർ ഹിന്ദുസ് അണ്ടർ ദിസ് ആക്ട്, ഈ ആക്ട് പ്രകാരം ആരേനൊക്കെയാണ് ഹിന്ദുസായിട്ട്, അതായത് ഹൂ ആർ ഹിന്ദുക്കളായിട്ട് കണക്കാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഹിന്ദു മാരേജ് ആക്ട് 1955 പ്രകാരം, അതിൻ്റെ സെക്ഷൻ 2 പ്രകാരം ഹിന്ദുസ് ബൈ റിലീജിയണിൽ ഹിന്ദുസ് ആയിട്ടുള്ള ആരെല്ലാമാണോ അവരെ നമുക്ക് ഹിന്ദുസായിട്ട് കണക്കാക്കാം. ആൻഡ് നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബുദ്ധിസ്റ്റ്, ജെയിൻസ് ആൻഡ് സിഖ്സ്. ബുദ്ധിസ്റ്റുകളെയും ജൈൻസിനെയും സിഖ്സിനെയും ഹിന്ദുക്കളായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റും. ആൻഡ് അടുത്തത് എനിവൺ ഹൂ ഈസ് നോട്ട് എ മുസ്ലിം, ക്രിസ്ത്യൻ, പാഴ്സി ഓർ ജൂ ആൻഡ് ഗവേൺ ബൈ ഹിന്ദു ലോ. ഒരു ഹിന്ദു ലോ ഗവേൺ ചെയ്യുന്ന ഒരു മുസ്ലിമോ ക്രിസ്ത്യാനിയോ പാഴ്സിയോ ജൂവോ അല്ലാത്ത ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, അവരെല്ലാം നമുക്ക്, മുസ്ലിമോ ക്രിസ്ത്യാനോ പാഴ്സിയോ ജൂവോ ആവാൻ പാടില്ല, പക്ഷെ ഇവർ ഹിന്ദു ലോ പ്രകാരം ഗവേൺഡ് ആയിരിക്കണം. ഇവരെയൊക്കെ നമുക്ക് ഹിന്ദുസായിട്ട് കണക്കാക്കാം. അവരെല്ലാം ഹിന്ദുസായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഒരു ഹിന്ദു പാരൻസിൻ്റെ, അതായത് ഒരു ഹിന്ദു കപ്പിളിൻ്റെ ഇല്ലെജിറ്റിമേറ്റോ ആയിട്ടുള്ള മക്കളെ ഹിന്ദുസായിട്ട് കണക്കാക്കാം. അതായത് ഇല്ലെജിറ്റിമേറ്റ് ആൻഡ് ലെജിറ്റിമേറ്റ് ചിൽഡ്രൻ ഓഫ് ഹിന്ദുസ്, അവരെല്ലാം നമുക്ക് ഹിന്ദുസായിട്ട് കണക്കാക്കാം. അപ്പോൾ ഹൂ ആർ ഹിന്ദുസ് അണ്ടർ ദിസ് ആക്ട് പറയുമ്പോൾ സെക്ഷൻ 2 ഓഫ് ഹിന്ദു മാരേജ് ആക്ട് 1955 അപ്ലൈസ് ടു ഹിന്ദുസ് ബൈ റിലീജിയൻ, ബുദ്ധിസ്റ്റ്, ജെയിൻസ്, സിഖ്സ് and anyone who is not a Muslim, Christian, Parsi or Jew and governed by Hindu law, and the illegitimate and legitimate children of Hindus. ഇവരെല്ലാമാണ് ഹിന്ദുസായിട്ട് കൺസിഡർ ചെയ്യുന്നത്, ഈ ആക്ട് പ്രകാരം ഹിന്ദുസായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നേച്ചർ ഓഫ് ഹിന്ദു മാരേജ് ആണ്. ഈ ഹിന്ദു മാരേജിൻ്റെ നേച്ചർ എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ട്രഡീഷണലി ഹിന്ദു മാരേജ് വാസ് സീൻ ആസ്, ഹിന്ദു മാരേജ് ട്രഡീഷണലി എങ്ങനെയാണ് കാണപ്പെടുന്നത്? ഒരു സേക്രമെൻ്റ് ആണ്. നമ്മൾ കണ്ടു ഒരു സേക്രമെൻ്റ്, അതായത് ഒരു സീക്രഡ് ആയിട്ടുള്ള ടു ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള ഒരു സ്പിരിച്വൽ റിലേഷൻഷിപ്പ് ആണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇതിലെങ്ങനെയാണ് പറയുന്നത്? ഒരു സേക്രമെൻ്റ് ആണ്, ഒരു കോൺട്രാക്റ്റ് അല്ല, ഒരു സേക്രമെൻ്റ് ആണ്. ഇൻഡിസോളബിൾ ഇൻ നേച്ചർ, അതെന്താണ്? ഇൻഡിസോളബിൾ ഇൻ നേച്ചർ ആയിട്ടാണ് അത് പറയുന്നത്. നമ്മൾ കണ്ടു ഒരു കോൺട്രാക്റ്റ് അല്ല, അതൊരു സേക്രമെൻ്റ് ആണെന്ന് കണ്ടു.
എന്താണ് ട്രഡീഷണൽ ഹിന്ദു ബിലീഫ് പ്രകാരം മാരേജ് ഒരു സംസ്കാരമാണ്, ഒരു ദിവ്യമായിട്ടുള്ള ഒരു ബന്ധമായിട്ടാണ് മാരേജിനെ ട്രഡീഷണൽ ആയിട്ടുള്ള ഹിന്ദുയിസം പ്രകാരം മാരേജിനെ കൺസിഡർ ചെയ്യുന്നത്. ഇതൊരു സിമ്പിൾ കോൺട്രാക്റ്റ് അല്ല, ലൈക്ക് എല്ലാ റിലീജിയൻസിലെയും പോലെ ഒരു സിമ്പിൾ കോൺട്രാക്റ്റ് അല്ല. ഇപ്പോൾ മുസ്ലിം ലോയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും മാരേജിന് ഒരു കോൺട്രാക്റ്റ് മാത്രമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഹിന്ദു ലോയിൽ അങ്ങനെയല്ല, ഇതൊരു കോൺട്രാക്റ്റ് അല്ല, ഇറ്റ്സ് സ്പിരിച്വൽ ആൻഡ് റിലീജിയസ് ആയിട്ടുള്ള ഒരു യൂണിയൻ. അങ്ങനെയാണ് ഹിന്ദു ലോനെ കാണുന്നത്. ഇനി നോക്കുന്നത് ഒരു ലൈഫ് ലോങ് ബോണ്ടാണ് ഹിന്ദു മാരേജ് എന്ന് പറയുന്നത്. ഹിന്ദു മാരേജ് ഈസ് കൺസിഡേർഡ് ആസ് ഒരു ജീവിത സമയമുള്ള ഒരു ബന്ധം, അതായത് നമ്മുടെ ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു ബോണ്ടാണ് ഹിന്ദു മാരേജിനെ അങ്ങനെയാണ് ഹിന്ദു മാരേജിനെ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ മാരേജ് ഇസ് നോട്ട് ജസ്റ്റ് ഫോർ ഫ്യൂ ഇയേഴ്സ്, അതായത് കുറച്ച് വർഷങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഇറ്റ്സ് ബിലീവ്ഡ് ടു ലാസ്റ്റ് ഫോർ 7 births, അതായത് ഹിന്ദു വിശ്വാസപ്രകാരം 7 ജന്മത്തിൽ കൂടെയുള്ള ഒരു ജീവിതം, അങ്ങനെ ഒരു ജീവിതത്തിലേക്കുള്ള, അതായത് സപ്തജന്മം അതിനുള്ളതാണ്. അത്രയും നമ്മുടെ ജന്മങ്ങളിലും ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്, അതായത് നമ്മുടെ ആ ഒരു പാർട്ട്ണറിനെ തന്നെയായിരിക്കും നമ്മൾ കല്യാണം കഴിക്കേണ്ടത്, അതായത് നമ്മൾ മാരി ചെയ്യേണ്ടത്. അങ്ങനെയാണ് അവരുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതൊരു ധർമ്മ ബേസ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. എന്താണ് ഹസ്ബൻഡും വൈഫും റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യണം, അതായത് ഹസ്ബൻഡും വൈഫിനും ഈക്വൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ആ റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യുന്നതാണ്. അതായത് അങ്ങനെയാണ് അതൊരു ധർമ്മ ബേസ്ഡ് റിലേഷൻഷിപ്പ് ആവുന്നത്. നോട്ട് ഫോർ പേഴ്സണൽ ഗെയിൻ ബട്ട് ഫോർ ധർമ്മ അർത്ഥ കാമ, അതായത് ഒരു പേഴ്സണൽ ഗെയിനിന് വേണ്ടി മാത്രമല്ല, ധർമ്മത്തിനും അർത്ഥയ്ക്കും അതുപോലെ തന്നെ കാമയ്ക്കും വേണ്ടിയിട്ടാണ്. എക്സാമ്പിൾ ഡ്യൂട്ടി, പ്രോസ്പെറിറ്റി ആൻഡ് ലവ്, അത്രയാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഇറ്റ്സ് എ ഡ്യൂട്ടി ഓറിയൻറ്റഡ് റിലേഷൻഷിപ്പ്, നോട്ട് ജസ്റ്റ് റൈറ്റ് ബേസ്ഡ്, അതായത് റൈറ്റ്സ് ബേസ്ഡ് മാത്രമല്ല, ഇതൊരു ഡ്യൂട്ടി ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അതായത് ഇങ്ങോട്ട് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ തിരിച്ച് അതേ റെസ്പോൺസിബിലിറ്റി തന്നെ അങ്ങോട്ടും വേണം എന്നുള്ളൊരു ഡ്യൂട്ടി ഓറിയൻറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ധർമ്മ ബേസ്ഡ് റിലേഷൻഷിപ്പിൽ കൂടെ പറയുന്നത്. ഇനി കൺസെൻറ്റ് മാത്രം മതിയെന്നല്ല, ഇനി മോഡേൺ ലോയിലെ കൺസെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് മോഡേൺ ലോ നോക്കുമ്പോൾ അതിൽ കൺസെൻറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പക്ഷേ ട്രഡീഷണൽ ഹിന്ദു ലോ പ്രകാരം റിച്വൽസ് ആൻഡ് കസ്റ്റംസ് ഓൾസോ എസെൻഷ്യൽ ആണ്, അതായത് അവരുടെ വിശ്വാസങ്ങളും കസ്റ്റംസും റിച്വൽസും എല്ലാം ഇമ്പോർട്ടൻസ് ആണ്. അത് സപ്തപതി 7 steps അറൗണ്ട് ദ ഫയർ, അതായത് ഹിന്ദു മാരേജ് പ്രകാരം കല്യാണം കഴിക്കുമ്പോൾ ഒരു 7 വട്ടം ഒരു ഫയറിനെ വലം വെക്കുന്നതാണ് പറയുന്നത്. 7 steps അറൗണ്ട് ദ ഫയർ, ഇല്ലെങ്കിൽ മാരേജ് ലീഗലി വാലിഡ് അല്ല എന്നാണ് ഹിന്ദു കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. ഇനി റിലീജിയസ് സെറിമണീസ് മസ്റ്റാണ്, റിലീജിയസ് സെറിമണീസ് ആർ മസ്റ്റ്. സെക്ഷൻ 7 ഓഫ് ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം, അതായത് സെക്ഷൻ 7 ഓഫ് ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ഒരു ഹിന്ദു മാരേജ് വാലിഡ് ആകണമെങ്കിൽ കസ്റ്റമറി അല്ലെങ്കിൽ റിലീജിയസ് സെറിമണി മസ്റ്റാണ്. അതായത് ഒരു താലികെട്ടും പിന്നെ 7 തവണ വലം വെക്കലും മസ്റ്റാണെന്നാണ് പറയുന്നത്. കസ്റ്റമറി അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള സെറിമണി മസ്റ്റാണ്. വിത്തൗട്ട് പ്രോപ്പർ റിച്വൽസ് അതിന് ലീഗൽ റെക്കഗ്നീഷൻ കിട്ടില്ല എന്നാണ് ഹിന്ദു മാരേജ് പ്രകാരം പറയുന്നത്. അതാണ് റിലീജിയസ് സെറിമണീസ് ആർ മസ്റ്റ് എന്നുള്ള കൺസെപ്റ്റിലൂടെ പറയുന്നത്. ഇനി ഇതിലെ മോഡേൺ ലോ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിന്ദു മാരേജ് ആക്ട് 1955 കൂടുതൽ ലീഗൽ റൈറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തു. എന്തൊക്കെയാണ്? ലീഗൽ ഏജ് 21 ഫോർ ബോയ്സ്, 18 ഫോർ ഗേൾസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്തു. അതുപോലെ തന്നെ കൺസെൻറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറായിട്ട് മാറി. പിന്നെ ഡിവോഴ്സിന് ലീഗൽ ഗ്രൗണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ മാരേജ് രജിസ്ട്രേഷൻ അലൗ ചെയ്തു. അതൊക്കെയാണ് നമ്മുടെ ഇതിലത്തെ മോഡേൺ ലോ ചേഞ്ചസ് എന്ന് പറയുന്നത്. ആൻഡ് ഇനി നമ്മൾ നോക്കുന്നത് എസെൻഷ്യൽസ് ഓഫ് ഹിന്ദു മാരേജ് ആണ്. എന്താണ് എസെൻഷ്യൽസ് ഫോർ എ ഹിന്ദു മാരേജ്? അതായത് വാലിഡ് ആയിട്ടുള്ളൊരു ഹിന്ദു മാരേജ് എങ്ങനെയാണ്, അതായത് ഹിന്ദു മാരേജ് അതിൻ്റെ ഏറ്റവും എസെൻഷ്യൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആസ് പെർ സെക്ഷൻ 5 ഓഫ് ഹിന്ദു മാരേജ് ആക്ട് 1955, അതായത് ഹിന്ദു മാരേജ് ആക്ട് സെക്ഷൻ 5 പ്രകാരം നെയ്തർ പാർട്ടി ഷുഡ് ഹാവ് എ ലിവിങ് സ്പൈസ്, അതായത് ഒരു വാലിഡ് ഹിന്ദു മാരേജ് നടക്കണമെങ്കിൽ, ഒരു വാലിഡ് ആയിട്ടുള്ള ഹിന്ദു മാരേജ് നടക്കണമെങ്കിൽ ബ്രൈഡും ഗ്രൂമും ഓൾറെഡി മാരേജിലായിരിക്കരുത്. അതായത് ഓൾറെഡി വേറൊരു മാരേജിൽ അവർ ഇൻവോൾവ് ആവാൻ പാടില്ല. അതായത് വേറൊരാളെ കല്യാണം കഴിച്ച് ജീവിക്കുന്ന ഒരു സ്പൗസോ അല്ലെങ്കിൽ ഒരു ബ്രൈഡോ ഒരു ഗ്രൂമോ ആയിരിക്കരുത്. ബൈഗമി ഈസ് ഇല്ലീഗൽ. ഹിന്ദു മാരേജ് പ്രകാരം ബൈഗമി ഇല്ലീഗലാണ്. സെക്ഷൻ 11 പ്രകാരം ഇറ്റ് വിൽ ബി എ വോയിഡ് മാരേജ്, അതായത് 11 പ്രകാരം അങ്ങനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് വോയിഡ് ആയിട്ടൊരു മാരേജ് ആയിട്ട് കൺസിഡർ ചെയ്യും. എക്സാമ്പിൾ, ഇഫ് എ മാൻ മാരീസ് അഗെയിൻ വിത്തൗട്ട് ഡിവോഴ്സ് ഫ്രം ദ ഫസ്റ്റ് വൈഫ്, അതായത് വേറൊരു ആളെ കല്യാണം കഴിച്ച് അതിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങാതെ വേറൊരു മാരേജിൽ കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ദ സെക്കൻഡ് മാരേജ് ഈസ് ഇൻവാലിഡ്, അതായത് രണ്ടാമത് കഴിക്കുന്ന കല്യാണം ഷുവറായിട്ടും ഇൻവാലിഡാണ്. ഇനി നെക്സ്റ്റ്, ബോത്ത് പാർട്ടീസ് മസ്റ്റ് ബി ഓഫ് സൗണ്ട് മൈൻഡ്, അതായത് രണ്ട് പാർട്ടീസും, അതായത് നമ്മുടെ ബ്രൈഡും ഗ്രൂമും
സൗണ്ട് മൈൻഡ്, അതായത് സൗണ്ട് മൈൻഡഡ് ആയിരിക്കണം. ബ്രൈഡ് ആൻഡ് ഗ്രൂം മെൻ്റലി ഫിറ്റ് ആയിരിക്കണം. ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് മാരേജ് ഇസ്, അതായത് ഒരു മാരേജ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി, ആ ഒരു മെൻ്റൽ ഫിറ്റ്നസ് ബ്രൈഡിനും ഗ്രൂമിനും ഉണ്ടായിരിക്കണം. അൺസൗണ്ട് മൈൻഡ് ഓർ മെൻ്റൽ ഡിസോർഡർ ഉണ്ടെങ്കിൽ മാരേജ് ഈസ് വോയിഡബിൾ അണ്ടർ സെക്ഷൻ 12, അതായത് ഒരു മെൻ്റൽ ഡിസോർഡർ ഉള്ള ഒരു പാർട്ട്ണറാണ് നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ ആ മാരേജ് വോയിഡബിൾ ആയിട്ടാണ് ഹിന്ദു മാരേജ് പ്രകാരം കണക്കാക്കുക, സെക്ഷൻ 12 പ്രകാരം. ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടർ ഏജ് റിക്വയർമെൻ്റ് ആണ്. അക്കോർഡിംഗ് ടു ദ പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട്, അതായത് ചൈൽഡ് മാരേജ് ആക്ടിൻ്റെ പ്രൊഹിബിഷൻ, ആ ഒരു ആക്ട് പ്രകാരം ഗ്രൂമിന് മിനിമം 12 ഇയേഴ്സ് ഓഫ് ഏജ് വേണം. അതായത് 21 വയസ്സ് നമ്മുടെ മെയിൽ പാർട്ട്ണറിനും ബ്രൈഡിന്, അതായത് ഫീമെയിൽ പാർട്ട്ണറിന് മിനിമം 18 ഇയേഴ്സ് ഓഫ് ഏജ് എങ്കിലും വേണം. അതാണ് നമ്മുടെ ഏജ് റിക്വയർമെൻറ്റ് പറയുന്നത്. ബിലോ ദിസ് ഏജ് മാരേജ് ഇസ് വോയിഡബിൾ, അതായത് ഈ വയസ്സിന് താഴെയാണെങ്കിൽ ഹിന്ദു ലോ പ്രകാരം ആ മാരേജ് വോയിഡബിൾ ആയിരിക്കും. നോട്ട് ഓട്ടോമാറ്റിക്കലി വാലിഡ്, അത് നോട്ട് ഓട്ടോമാറ്റിക്കലി വോയിഡ്, അത് വോയിഡബിൾ ആയിരിക്കും. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നോട്ട് വിത്തിൻ പ്രൊഹിബിറ്റഡ് ഡിഗ്രീസ് ഓഫ് റിലേഷൻഷിപ്പ്. ഇനി ഇതിൽ പറയുന്നത് ബ്രൈഡ് ആൻഡ് ഗ്രൂം സെയിം ബ്ലഡ് ലൈനിലാണെങ്കിൽ, ലൈക്ക് ബ്രദർ ആൻഡ് സിസ്റ്റർ, മാരേജ് ഇസ് വോയിഡ് അൺലെസ് കസ്റ്റം അലോസ്. അതായത് ഇപ്പോൾ ഒരു എന്താ പറയുക, നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിൽ, റിലേറ്റീവ്സിനെയാണ് കല്യാണം കഴിക്കുന്നത്, നമ്മുടെ കസിനെയോ നമ്മുടെ ബ്രദറിനെയോ സിസ്റ്ററിനെയോ ആണെങ്കിൽ, ഒരേ ബ്ലഡ് ലൈനിൽ നിന്നുള്ള പാർട്ട്ണർ ആണെങ്കിൽ ആ മാരേജ് ഹിന്ദു നിയമപ്രകാരം, ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം അത് വോയിഡബിൾ ആണ്, അത് വോയിഡാണ്. അതായത് അൺലെസ് ദ കസ്റ്റം അലോസ്, ഇപ്പോൾ കസ്റ്റം അത് അനുവദിക്കുന്നുണ്ടെങ്കിൽ മാത്രം അത് വോയിഡാണ്. എക്സാമ്പിൾ ഫാദർ സിസ്റ്റേഴ്സ് ഡോട്ടർ പ്രൊഹിബിറ്റഡ്, ഇത് അച്ഛൻ്റെ പെങ്ങളുടെ മകളിനെ കല്യാണം കഴിക്കുന്നത് പ്രൊഹിബിറ്റഡ് ആണ്. അൺലെസ് കമ്മ്യൂണിറ്റി കസ്റ്റം അലൗസ്, അതായത് ഇപ്പോൾ കമ്മ്യൂണിറ്റി കസ്റ്റം അത് സമ്മതിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് വാലിഡ്, അങ്ങനെയാണ്. അവർ സമ്മതിച്ചില്ലെങ്കിൽ അത് വാലിഡ് ആണ്, പക്ഷെ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നോട്ട് വാലിഡ് ആണ്. ഇനി നോട്ട് സബിൻഡ ടു ഈച്ച് അതർ. സബിൻഡ എന്ന് പറയുന്നത് പീപ്പിൾ വിത്ത് 3 ജനറേഷൻ ഓൺ ഫാദേഴ്സ് സൈഡ്, അതായത് അച്ഛൻ്റെ ജനറേഷനിൽ നിന്ന് 3 ജനറേഷനുള്ള, അതായത് പീപ്പിൾ വിത്ത് 3 ജനറേഷൻസ് ഓൺ, അച്ഛൻ്റെ ഭാഗത്തു നിന്നുള്ള 3 ജനറേഷനിലുള്ള ആൾക്കാർ, ആൻഡ് 5 ജനറേഷൻസ് ഓൺ മദേഴ്സ് സൈഡ്, അതായത് അമ്മയുടെ സൈഡിൽ നിന്ന് 5 ജനറേഷനിലുള്ള ആൾക്കാരും, അവരാണ് സബിൻഡ എന്ന് പറയുന്നത്. എന്താണ്? പീപ്പിൾ വിത്ത് 3 ജനറേഷൻസ് ഓൺ ഫാദേഴ്സ് സൈഡ്, അച്ഛൻ്റെ സൈഡിൽ നിന്ന് 3 ജനറേഷനും അമ്മയുടെ സൈഡിൽ നിന്ന് 5 ജനറേഷനിലുള്ള ആൾക്കാർ. മാരേജ് ബിറ്റ്വീൻ സബിൻഡാസ് ഇസ് വോയിഡ്, അതായത് ഈ സബിൻഡകൾ തമ്മിലുള്ള മാരേജസ് വോയിഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇത് ഒരിക്കലും ലീഗലി അത് വാലിഡ് അല്ല. അൺലെസ് കസ്റ്റം അലൗസ്, ഇതിലും കസ്റ്റം സമ്മതിക്കുകയാണെങ്കിൽ ദേ ക്യാൻ മാരി ദം, അങ്ങനെയാണ്. ദിസ് റൂൾ പ്രിവെൻറ്റ്സ് ക്ലോസ് റിലേറ്റീവ് മാരേജസ് ദാറ്റ് മേ കോസ് ഹൈജീനിക് അല്ല ജനറ്റിക് ആയിട്ടുള്ള ഇഷ്യൂസ്. ഈ റൂളിൻ്റെ ബാക്കിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് ഇത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെയിൻ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ക്ലോസ് റിലേറ്റീവ് മാരേജസ് ഇതുവഴി പ്രിവെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ ഹെൽത്ത് ഡിസീസ്, അതായത് അങ്ങനെ മാരേജ് ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ ക്ലോസ് റിലേറ്റീവ്സിനെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജനറ്റിക് ആയിട്ടുള്ള ഇഷ്യൂസ് കാര്യങ്ങൾ നമ്മുടെ ബേബീനെ, അതായത് ആ പാർട്ട്നേഴ്സിനുണ്ടാകുന്ന ആ ചൈൽഡിനെ അത് എഫക്റ്റ് ചെയ്യാനുള്ള ഒരു സെനേറിയോ ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു മാരേജ് പ്രൊഹിബിറ്റ് ചെയ്യുന്നത്. സോ ഒരു വാലിഡ് ആയിട്ടുള്ള ഹിന്ദു മാരേജ് നടക്കാൻ വേണ്ടിയിട്ട് ദ ഫോളോയിങ് കണ്ടീഷൻസ് മസ്റ്റ് ബി മെറ്റ്. അതെന്തൊക്കെയാണ്? നോ എക്സിസ്റ്റിംഗ് സ്പൗസ്, പിന്നെന്താണ്, അതായത് ഓൾറെഡി ഒരു സ്പൗസ് ഇല്ലെങ്കിൽ, പിന്നെ സൗണ്ട് മെൻ്റൽ കപ്പാസിറ്റി, അതായത് മെൻ്റലി ഫിറ്റ് അല്ലാന്നുണ്ടെങ്കിൽ, പിന്നെ റൈറ്റ് ഏജ്, അതായത് 21 18 അല്ലാന്നുണ്ടെങ്കിൽ അതെല്ലാം വേണം. ഈ കണ്ടീഷൻസ് എല്ലാം മെറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് വേറൊരു സ്പൗസ് ഉണ്ടാവരുത്, പിന്നെ സൗണ്ട് മെൻ്റൽ ആയിട്ടുള്ള കപ്പാസിറ്റി വേണം, പിന്നെ റൈറ്റ് ഏജ് വേണം, പിന്നെ നോട്ട് വിത്തിൻ പ്രൊഹിബിറ്റഡ് ഡിഗ്രീസ്, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു സബിൻഡാസ്, അതുപോലെ തന്നെ റിലേറ്റീവ്സ് ബ്ലഡ് ലൈൻസ് എന്ന് മാരി ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള നോട്ട് വിത്തിൻ പ്രൊഹിബിറ്റഡ് ഡിഗ്രീസ്, പിന്നെ സബിൻഡാസ്, പിന്നെ റിലീജിയസ് ആൻഡ് കസ്റ്റമറി സെറിമണീസ്, അതായത് നമ്മുടെ കസ്റ്റംസും സെറിമണിയും മസ്റ്റാണ് ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം. ഇഫ് എനി ഓഫ് ദിസ് ആർ വയലേറ്റഡ് ദ മാരേജ് മേ ബി വോയിഡ് ഓർ വോയിഡബിൾ അണ്ടർ ദ ലോ. ഇതിൽ ഏതെങ്കിലും ഒന്ന് വയലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ മാരേജ് വോയിഡ് അല്ലെങ്കിൽ വോയിഡബിൾ ആയിട്ട്, നിയമപ്രകാരം വോയിഡ് അല്ലെങ്കിൽ വോയിഡബിൾ ആയിട്ട് കൺസിഡർ ചെയ്യുമെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സെറിമണീസ് ഓഫ് ഹിന്ദു മാരേജ്. സെക്ഷൻ 7 ആണ് സെറിമണീസ് ഓഫ് ഹിന്ദു മാരേജ് പറയുന്നത്. ദ ഹിന്ദു മാരേജ് ഈസ് വാലിഡ് ഓൺലി വെൻ സോളംനൈസ്ഡ് വിത്ത് റിലീജിയസ് സെറിമണീസ്. 2 കോമൺ ഫോംസ് ആർ, അതായത്
അതിൻ്റെ റിലീജിയസ് സെറമണീസ് ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടത് മറ്റേ ഒരു മസ്റ്റായിട്ടുള്ള സെറമണീസ് പാലിച്ചില്ലെങ്കിൽ ആ മാരേജ് വോയിഡായിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളത്. അതിൻ്റെ 2 കോമൺ ഫോംസ് ഏതൊക്കെയാണ് നേരത്തെ കണ്ടു. സപ്തപതി 7 സ്റ്റെപ്സ് അറൗണ്ട് ദ ഫയർ, അതായത് അഗ്നിക്ക് ചുറ്റും 7 വട്ടം വലം വെക്കണം എന്നാണ് പറയുക. സപ്തപതി 7 സ്റ്റെപ്സ് അറൗണ്ട് ദ ഫയർ. ആൻഡ് കസ്റ്റമറി റിച്വൽസ് ഓഫ് ദ കമ്മ്യൂണിറ്റി. ഇപ്പോൾ ഓരോ ഹിന്ദുവിൽ തന്നെ ഓരോ വിഭാഗങ്ങൾക്കും ഓരോ ടൈപ്പ് ഓഫ് കസ്റ്റംസും ട്രഡീഷൻസും ഉണ്ടാവും. അപ്പോൾ അതുപോലെ അതിൽ പറഞ്ഞിരിക്കുന്ന പോലത്തെ കസ്റ്റം റിച്വൽസ് ഓഫ് ദ കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റിയിൽ അവർ പാലിച്ച് ശീലിച്ചും വരുന്ന ആ കസ്റ്റമറി റിച്വൽസും ഫോളോ ചെയ്യണം. വിത്തൗട്ട് സെറമണീസ് ദ മാരേജ് ഹാസ് നോ ലീഗൽ വാലിഡിറ്റി. അങ്ങനെയാണ്, ഈ സെറമണീസ് ഇല്ലെങ്കിൽ ആ കല്യാണത്തിന്, ആ മാരേജിന് ഒരു ലീഗൽ വാലിഡിറ്റിയും ഉണ്ടാവില്ല എന്നാണ് ഈ സെറമണീസ് ഓഫ് ഹിന്ദു മാരേജ് സെക്ഷൻ 7 പറയുന്നത്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ഹിന്ദു മാരേജസ് നോക്കാം. ഏതൊക്കെ ടൈപ്പ് ഓഫ് ഹിന്ദു മാരേജസ് ആണുള്ളത്, അതിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. എന്താണ്? നോട്ട് അണ്ടർ ദ ആക്ട് ബട്ട് ബേസ്ഡ് ഓൺ ആൻഷ്യൻ കസ്റ്റംസ്. അതായത് ആക്റ്റിലല്ല പറയുന്നത്, ആൻഷ്യൻ ആയിട്ടുള്ള കസ്റ്റംസ് പ്രകാരം ഏതൊക്കെ ടൈപ്പ് ഓഫ് ഹിന്ദു മാരേജസ് ആണ്. ഇത് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷനാണ്. ഇപ്പോൾ കറൻ്റ്ലി അങ്ങനെ ഇല്ല. മോഡേൺ ലോയിൽ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷനോ ടൈപ്സ് ഓഫ് ഹിന്ദു മാരേജസോ ഇല്ല. നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. പണ്ടത്തെ ഒരു കസ്റ്റംസും ആ ഒരു ആൻഷ്യൻ്റ് ആയിട്ടുള്ള കസ്റ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് ബ്രഹ്മവിവാഹം. അതായത് ബ്രഹ്മവിവാഹത്തിൽ പറയുന്നത് ഗിഫ്റ്റ് ഓഫ് ഡോട്ടർ ടു എ ലേൺഡ് മാൻ. അതായത് ഒരുപാട് വിദ്യാഭ്യാസം ലേൺഡ് ആയിട്ടൊരു മാനിന് മകളെ കൊടുക്കുന്നതാണ് ബ്രഹ്മവിവാഹം എന്ന് പറയുന്നത്. അതായത് ഒരു ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് വിദ്യാഭ്യാസമുള്ള ഒരാൾക്ക് മകളെ ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ബ്രഹ്മവിവാഹം എന്ന് പറയുന്നത്. ഇനി ദൈവവിവാഹത്തിൽ പറയുന്നത് മാരിയിങ് ഡോട്ടർ ടു എ പ്രീസ്റ്റ്. ഒരു പ്രീസ്റ്റ് അല്ലെങ്കിൽ ഒരു ഷ്രിങ്കിന് മകളെ വിവാഹം ചെയ്ത് കഴിക്കുന്നതാണ് ദൈവവിവാഹം എന്നുള്ള കൺസെപ്റ്റിലൂടെ പറയുന്നത്. ഇനി അർഷവിവാഹം, സിംബോളിക് ഡവറി ഇൻവോൾവ്. അതിൽ ഡവറി ഇൻവോൾവ്ഡ് ആയിട്ട്, അതായത് സ്ത്രീധനം കൊടുത്തിട്ടാണ്, സിംബോളിക് ആയിട്ടുള്ള ഡവറി ഇൻവോൾവ് ചെയ്തിട്ടാണ് അർഷവിവാഹം നടത്തുന്നത്. ഇനി പ്രജാപത്യ വിവാഹത്തിൽ മ്യൂച്വൽ റെസ്പെക്റ്റ് എംഫസൈസ് ചെയ്തിട്ടാണ് പ്രജാപത്യ വിവാഹം നടത്തുന്നത്. ഇനി അസുര വിവാഹം, പർച്ചേസ് ടൈപ്പ് ഓഫ് മാരേജ്, അതായത് ഡിസ്കറേജ്ഡ് ആയിട്ട്, അതായത് ഇത് ഡിസ്കറേജ്ഡ് ആയിട്ടൊരു മാരേജ് ടൈപ്പാണ്. അതായത് ഒരു പർച്ചേസിങ് പോലെയാണ് ഈ മാരേജിനെ കൺസിഡർ ചെയ്യുന്നത്. അവർക്ക് ഇഷ്ടമുള്ള, അതായത് പാർട്ട്നേഴ്സിന്, അതായത് മെയിൽ പാർട്ട്നേഴ്സ് അവർക്ക് ഇഷ്ടമുള്ള ഫീമെയിൽ പാർട്ട്നേഴ്സിനെ തിരഞ്ഞെടുത്ത് അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ കൂടെ ഫോഴ്സ്ഫുള്ളി കല്യാണം കഴിക്കുന്നതാണ് അസുര വിവാഹം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കുന്നത് ഗാന്ധർവ വിവാഹം, അതായത് ലവ് മാരേജ്, കൺസെൻഷ്വൽ, അതായത് ഫിസിക്കലി അവർ എന്തെങ്കിലും ഇൻട്രാക്ഷൻസും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഗന്ധർവ വിവാഹം, അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ലവ് ആയിട്ടുള്ള മാരേജിനെ ഗന്ധർവ വിവാഹം എന്നാണ്. അത് കൺസെൻഷ്വൽ ആണ്, അങ്ങനെയാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്. ഗന്ധർവ വിവാഹം എന്നാണ് അതിനെ പറയുന്നത്. ഇനി നെക്സ്റ്റ് രാക്ഷസ വിവാഹം, മാരേജ് ബൈ അബ്ഡക്ഷൻ. ഇത് നോട്ട് ലീഗലാണ്, ലീഗലി ഇതല്ല, വാലിഡ് അല്ല, ട്രഡീഷണൽ ആണ്. പക്ഷെ എന്നാലും പറയാണ്, രാക്ഷസ വിവാഹത്തിൽ മാരേജ് ബൈ അബ്ഡക്ഷൻ ആണ് പറയുന്നത്. അതായത് തട്ടിക്കൊണ്ട് പോയിട്ടാണ്, ഫീമെയിൽ പാർട്ട്നേഴ്സിനെ തട്ടിക്കൊണ്ട് പോയിട്ടാണ് ഈ ടൈപ്പ് ഓഫ് രാക്ഷസ വിവാഹം കഴിച്ചിരുന്നത്. ഇനി പൈശാച വിവാഹം മാരേജ് ബൈ സെഡക്ഷൻ. ഇത് കണ്ടംഡ് ആയിട്ടുള്ള ഒരു മാരേജ് കസ്റ്റമാണ്. മാരേജ് ബൈ സെഡക്ഷൻ ചെയ്തിട്ടാണ് ഇതിൽ കല്യാണം കഴിക്കുക. പൈശാച വിവാഹം. ഇപ്പോൾ നമ്മൾ പിന്നെ ഓൺലി ബ്രഹ്മ, ദൈവ, അർഷ ആൻഡ് പ്രജാപതി ആർ ഐഡിയൽ ഫോംസ്. ഇതിൽ ഐഡിയൽ ഫോംസ് എന്ന് പറയുന്നത് ബ്രഹ്മ, ദൈവ, അർഷ ആൻഡ് പ്രജാപതിയാണ്. ബാക്കിയെല്ലാം നോട്ട് ലീഗലാണ്. നമ്മൾ ഒരു 8 ടൈപ്സ് ഓഫ് കസ്റ്റംസ് പഠിച്ചു. അതായത് ആൻഷ്യൻ്റ് ആയിട്ടുള്ള മാരേജ് കസ്റ്റംസ് പഠിച്ചു. ഏതൊക്കെയാണ്? ബ്രഹ്മവിവാഹം, ദൈവവിവാഹം, വിവാഹം, പ്രജാപത്യ വിവാഹം, അസുര വിവാഹം, ഗന്ധർവ വിവാഹം, പിന്നെ രാക്ഷസ വിവാഹം, പൈശാച വിവാഹം. ഇതൊക്കെയാണ് നമ്മുടെ 8 ടൈപ്പ് ഓഫ് ആൻഷ്യൻ മാരേജ് കസ്റ്റംസ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ വോയിഡ് ആൻഡ് വോയിഡബിൾ മാരേജസ് ഏതൊക്കെയാണ്? വോയിഡബിൾ മാരേജസ് പറയുന്നത് സെക്ഷൻ 11 ഓഫ് മാരേജ് ആക്ട് ആണ്. ഓൾറെഡി മാരീഡ്, നമ്മൾ പറഞ്ഞു ഓൾറെഡി കല്യാണം കഴിച്ചിട്ടുള്ള ഒരാൾക്ക്, അതായത് ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആൾക്ക് ബൈഗമി വോയിഡ് ആയിട്ടുള്ള മാരേജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. വോയിഡ് മാരേജസിൽ സെക്ഷൻ 11 പ്രകാരം വോയിഡ് മാരേജസിൽ വരുന്നത് ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ബൈഗമി ഉള്ള ഒരാൾക്ക് മാരേജ് ചെയ്യാൻ പറ്റില്ല വിത്തിൻ പ്രോഹിബിറ്റഡ് ഡിഗ്രീസ്. അതായത് നമ്മൾ ഡിഗ്രീസിൻ്റെ കാര്യം പറഞ്ഞു, ഏതൊക്കെ ഫാമിലിയിൽ നിന്ന്, അങ്ങനെ ബ്ലഡ് ലൈൻസിൽ നിന്ന് കല്യാണം കഴിക്കാൻ പാടില്ല, അങ്ങനെ വിത്തിൻ പ്രോഹിബിറ്റഡ് ഡിഗ്രീസ്. പിന്നെ അതേപോലെ സപ്പിൻഡ റിലേഷൻഷിപ്പ്, ഇങ്ങനെയുള്ള മാരേജസ് എല്ലാം വോയിഡ് മാരേജസ് ആയിട്ട് സെക്ഷൻ 11 പ്രകാരം കൺസിഡർ ചെയ്യുന്നു. ഇനി ട്രീറ്റഡ് ആസ് നെവർ വാലിഡ് അല്ലാത്തത് വോയിഡബിൾ മാരേജസ് സെക്ഷൻ 12. ഇമ്പോർട്ടൻസി,
ഇമ്പോർട്ടൻസി വോയിഡബിൾ ആയിട്ടുള്ള മാരേജ് ആണ്. പിന്നെ അൺസൗണ്ട് മൈൻഡുള്ള ഒരാൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അത് വോയിഡബിൾ ആണ്. പിന്നെ കൺസെൻറ്റ് ഒബ്റ്റെയിൻ ബൈ ഫ്രോഡ് ഓർ ഫോഴ്സ്, അതായത് ഫോഴ്സ്ഫുള്ളിയോ ബൈ ഫ്രോഡോ ഈ കൺസെൻറ്റ് ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് വോയിഡബിൾ ആണ്. അണ്ടർ സെക്ഷൻ 12 പ്രകാരം വോയിഡബിൾ മാരേജസിൽ പെടുന്നതാണ്. പിന്നെ പ്രഗ്നൻസി ബൈ അനദർ പേഴ്സൺ അറ്റ് ദ ടൈം ഓഫ് മാരേജ്, അതായത് വിവാഹത്തിൻ്റെ ടൈമിൽ മറ്റൊരാളുടെ പ്രഗ്നൻസി നമ്മൾ ബെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് പ്രഗ്നൻസി ബൈ അനദർ പേഴ്സൺ അറ്റ് ദ ടൈം ഓഫ് മാരേജിൻ്റെ ടൈമിൽ വേറൊരാളുടെ കുട്ടിയെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നതും വോയിഡബിൾ മാരേജ് ആണ് അണ്ടർ സെക്ഷൻ 12 പ്രകാരം. ദിസ് ക്യാൻ ബി ഡിക്ലെയർഡ് ഇൻവാലിഡ് ബൈ ദ കോർട്ട് ഓൺ പെറ്റീഷൻ, അതായത് ഈ ടൈപ്പ് ഓഫ് മാരേജസ് എല്ലാം കോർട്ട് പെറ്റീഷൻ പ്രകാരം ഇൻവാലിഡ് ആണെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഇതിലെ ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റ്സ്, കേസ് ലോസ് ജഡ്ജ്മെൻറ്റ്സ് വരുന്നത് ശ്രീമതി സീമ വേഴ്സസ് അശ്വനി കുമാർ 2006. ഇതിൽ സുപ്രീം കോർട്ട് ഹെൽഡ് ചെയ്തത് മാരേജ് രജിസ്ട്രേഷൻ മസ്റ്റ് ബി മെയ്ഡ് കമ്പൽസറി ഫോർ ഓൾ റിലീജിയൻസ്, അതായത് എല്ലാ റിലീജിയൻസിനും മാരേജിൻ്റെ രജിസ്ട്രേഷൻ വേണം എന്നാണ്, കമ്പൽസറി ആയിട്ട് മാരേജ് രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നാണ് ശ്രീമതി സീമ വേഴ്സസ് അശ്വിനി കുമാർ എന്നുള്ള കേസിൽ സുപ്രീം കോർട്ട് ഹെൽഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് കേസ് നോക്കുകയാണെങ്കിൽ സർല മുഗ്ദാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1995. ഇതിൽ കൺവേർഷൻ ടു ഇസ്ലാം ഫോർ സെക്കൻഡ് മാരേജ് വിത്തൗട്ട് ഡിസോൾവിങ് ദ ഫസ്റ്റ് ഇസ് ഇൻവാലിഡ് ആൻഡ് പണിഷബിൾ, അതായത് ഒരു കല്യാണം കഴിച്ചിട്ട് ആ കല്യാണത്തിൽ നിന്ന് ഡിവോഴ്സ് ആവാതെ വേറെ ഒരു മതത്തിലേക്ക് കൺവേർട്ട് ആവുന്നത് ഇൻവാലിഡും പണിഷബിൾ ആണെന്നാണ് സർല മുദ്ഗൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1995 പറയുന്നത്. ഇനി ഇന്ത്യയിൽ റൈറ്റ്സ് അറൈസിങ് ഔട്ട് ഓഫ് ഹിന്ദു മാരേജ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹിന്ദു മാരേജിൽ നമുക്ക് മെയിൻലി കൺസിഡർ ചെയ്യുന്ന റൈറ്റ് ടു മെയിൻ്റനൻസ് സെക്ഷൻ 18 പ്രകാരം ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട്, പിന്നെ റൈറ്റ് ടു കൊഹാബിറ്റേഷൻ, റൈറ്റ് ടു ഇൻഹെറിറ്റൻസ്, റൈറ്റ് ടു ഫയൽ ഫോർ ഡിവോഴ്സ് ഓർ ജുഡീഷ്യൽ സെപ്പറേഷൻ, റൈറ്റ് ടു സ്ത്രീധൻ. ഇതെല്ലാമാണ് ഹിന്ദു മാരേജിൽ നിന്ന് വരുന്ന റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൽ ക്വിക്കായിട്ടുള്ളൊരു റീക്യാപ്പ് നമുക്ക് നോക്കാം. ഹിന്ദു മാരേജ് എന്താണ്? സേക്രഡ് ആൻഡ് ലീഗലി റെക്കഗ്നൈസ്ഡ് ആണ്. മസ്റ്റ് മീറ്റ് 5 സെക്ഷൻ 5 കണ്ടീഷൻസ് ആണ്. സെറമോണീസ് ആർ എസെൻഷ്യൽ ആണ്. പിന്നെ വോയിഡ് ആൻഡ് വോയിഡബിൾ മാരേജസ് ആർ ഡിസ്റ്റിങ്ക്ട്സ്. പിന്നെ ഇമ്പോർട്ടൻറ്റ് ഫോർ ബോത്ത് ലോ പ്രാക്ടീസ്. ഇതെല്ലാം നമ്മുടെ ലോ പ്രാക്ടീസിനും ഡെയിലി ലൈഫ് അവയർനെസ്സിനും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലെറ്റ്സ് കൺക്ലൂഡ്. നമ്മുടെ കൺക്ലൂഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. പിന്നെന്താ, മാരേജ് അണ്ടർ ഹിന്ദു ലോസ് ഡീപ്ലി റൂട്ടഡ് ഇൻ ബോത്ത് റിലീജിയസ് ട്രഡീഷൻസ് ആൻഡ് മോഡേൺ സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻസ്, അതായത് ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ഫ്യൂഷൻ ഓഫ് കസ്റ്റംസ് ആൻഡ് ലീഗാലിറ്റി, ഫെയ്ത്ത് ആൻഡ് റൈറ്റ്സ്. അപ്പോൾ നമ്മൾ ഇതിൽ പറയുന്നത് എന്താണ്, നമ്മുടെ റിലീജിയസ് ട്രഡീഷൻസും അതുപോലെ തന്നെ മോഡേൺ സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷനും പ്രകാരം മാരേജ് ലോ, അതായത് ഹിന്ദു ലോ പ്രകാരം മാരേജ് ഡീപ്ലി റൂട്ടഡ് ആയിരിക്കുകയാണ്. അതായത് റിലീജിയസ് ട്രഡീഷൻസും പിന്നെ മോഡേൺ സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷനും പ്രകാരം ഡീപ്ലി റൂട്ടഡ് ആണ് ഹിന്ദു ലോയിലെ മാരേജ് എന്ന് പറയുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ഫ്യൂഷൻ ഓഫ് കസ്റ്റം, അതായത് കസ്റ്റമിൻ്റെ ഒരു ഫ്യൂഷനും അതുപോലെ തന്നെ ലീഗാലിറ്റി, ഫെയ്ത്ത്, റൈറ്റ് ഇതെല്ലാം ഇതിൽ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. സോ അത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് പറയുന്നത്. ഇപ്പോൾ ഹിന്ദു ലോ ആണ് നമ്മൾ നോക്കിയത്. ഇൻട്രൊഡക്ഷൻ ടു ഫാമിലി ലോയിൽ നമ്മൾ ഇന്ന് ഹിന്ദു ലോയിലെ ഹിന്ദു മാരേജ് ആക്ടിനെ കുറിച്ചാണ് പഠിച്ചത്. ഐ ഹോപ്പ് നിങ്ങൾക്കിത് നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ട്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയാം. ആൻഡ് സ്റ്റേ ട്യൂൺ. ബൈ ഫ്രം മാഗ്ന ജോറിസ്.